ഞാൻ ചാക്കോച്ചനെ ഭയങ്കര ഫാനാണ്. ആ സമയത്ത് എല്ലാവരും ചാക്കോച്ചൻ. അപ്പം കുഞ്ചാക്കോ ബോബന്റെ കൂടെയാണ് അഭിനയിക്കുന്നതെന്ന് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ്. എന്റെ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പിന്നെ ഒന്നും കൂടെ ഒരു ഭയങ്കര എന്നെ കാണുമ്പോഴൊക്കെ ഭയങ്കര സ്റ്റേറ്റസ് ആയി പോയി. അങ്ങനെ ഞാൻ പിന്നെ അഭിനയിക്കാൻ പോയി കഴിഞ്ഞ് പിന്നെ ഫ്രണ്ടായി. ഇതുപോലെ ആ ഒരു കുതിരമാളികയിൽ ഒരു നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഷോർട്ടിൽ റെഡിയായി ഡിന്നർ എല്ലാം കഴിച്ചിട്ട് വരിക. വന്നപ്പോ ഉണ്ട് ചാക്കോച്ചൻ ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ. എന്നെ കാണുമ്പോഴൊക്കെ ഞാൻ ലേറ്റായി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അപ്പൊ ഞാൻ ആലോചിച്ചു ഞാനിവിടെ തന്നെ ഉണ്ട്. സഡൻലി എന്താ അപ്പൊ എന്നോട് ഒരാൾ കള്ളു കുടിച്ചിട്ടുണ്ട്. നാദായിട്ടായിരുന്നു ഈ നൈറ്റ് ഷൂട്ട് പോകുന്നത്. കള്ളു കുടിച്ചിട്ടുണ്ട്. ശരി ഒന്ന് നോക്കണേ. എവിടെ ജോമോൾ എന്തോ ഇത്ര സമയം എടുക്കുന്ന ലേറ്റ് വരുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ ഭയങ്കര ബഹളം. കുറേ നേരം കൊണ്ടുവന്ന് പിന്നെ ഞാൻ പേടിച്ചു. എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെയാണ് ഒന്ന് പറഞ്ഞത് ചുമ്മാ ഒന്ന് ലൈവ് ആക്കാൻ. ഒരു ഗിഫ്റ്റിംഗ് കുറച്ചു കാലത്തേക്ക് പിന്നെ അതങ്ങ് നിർത്തി. എന്ത് പറ്റിയതിന് എന്ത് പറ്റി പിന്നെ ആ GST ആ സംഭവങ്ങളെല്ലാം വന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ അതങ്ങ് നിർത്തി. അതൊരു ഗിഫ്റ്റിംഗ് ഒരു പോർട്ടലായിട്ട് വെച്ചതാണ്. വിവാദങ്ങൾ തളർത്തിയിട്ടുണ്ട് പക്ഷെ തളർച്ച കാണിച്ചിട്ടില്ല, പുറമെ കാണിച്ചിട്ടില്ല. ചെയ്തത് തെറ്റുപറ്റിപ്പോയി എന്ന് ചിന്തിച്ച എന്തെങ്കിലും സംഭവങ്ങൾ ജീവിതത്തിലുണ്ടോ? ഇല്ല, റിഗ്രറ്റ് ഒന്നിനോടും തോന്നിയിട്ടില്ല. അതൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു. സംഭവിച്ചത് എന്തിനെങ്കിലും വേണ്ടിയിട്ടാണ്, എന്തിനെങ്കിലും നിമിത്തമാണ് എന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. ചേച്ചി ഇനി എന്ന് വീണ്ടും സിനിമയിലേക്ക് സജീവമായി കാണാൻ സാധിക്കും? കാണുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് സിനിമയിൽ അഭിനയിക്കാനൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നല്ല ഓഫേഴ്സ് നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ എന്തായാലും അഭിനയിക്കും. ചേച്ചിയുടെ ഇങ്ങനെ കഥാപാത്രങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നിരൂപണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പൊ അതിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുപിടിച്ച കാര്യം എന്താണെന്നറിയോ? കരച്ചിൽ മാത്രമല്ല, നായകനെ കിട്ടാനായിട്ട് കാമുകനെ കിട്ടാനായി കഷ്ടപ്പെടുന്ന നായിക. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നായകൻ അവസാന നിമിഷം നിറമൊക്കെ കണ്ടില്ലേ മാറിപ്പോവും. ലാസ്റ്റ് എല്ലാം അങ്ങനെയാണ്. ഒരു ഭയങ്കര സാക്രിഫൈസ് ചെയ്യുന്ന ഒരാളായിട്ട്. ഏത് ഒരു ദുഃഖപുത്രി എന്ന് നിന്റെ മൊയ്തീൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്നു നമുക്കെല്ലാം പരിചയമുള്ള കാഞ്ചനമാല ഇതല്ല, നമുക്കുള്ള ഇതിനൊക്കെ എത്രയോ കൊല്ലങ്ങൾ മുൻപ് ഒരു കാഞ്ചനമാല വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ മറ്റേ എന്താ പഞ്ചാബി ഹൗസിൽ ആ വെള്ളയൊക്കെ ഇട്ടിട്ട് ഒരു വെള്ളയും കരച്ചിലും ഒക്കെയുള്ള ഒരു മയമായിരുന്നു. അതൊരു ദുഃഖപുത്രിയായിരുന്നു. സുരേഷ് ഗോപിയായിട്ട് ഭയങ്കര അടുപ്പമുള്ള ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരു ഭയങ്കര അടുപ്പം വന്നത്? സിനിമ വഴിയാണോ? സിനിമ വഴിയാണ് പരിചയപ്പെട്ടത്. കാരണം സുരേഷ് ഏട്ടനും എനിക്കൊക്കെ അവാർഡ് കിട്ടിയത് ഏകദേശം ഒരു അവാർഡ് കിട്ടിയത് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഒരു കൊല്ലമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആ പരിചയം തുടങ്ങിയത്. പിന്നെ വീട്ടിൽ പോകും, അങ്ങനെ ആ ഒരു പരിചയം ഇതായിട്ട് ഇപ്പൊ സുരേഷ് ഏട്ടൻ പക്ഷെ ഞാൻ ഷൂട്ടിലാണ് സിനിമയിലാണ് അഭിനയിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇതിന്റെ വർക്ക് അങ്ങനെ എന്ന് പറയുമ്പോൾ എനിക്ക് രജിസ്റ്റർ ചെയ്യില്ല. കാരണം ഒരു സിനിമാ നടനായിട്ടല്ലായിരുന്നു അറിയുന്നത്.